നമ്മൾക്ക് എന്ത് പണിയാണ് എടുക്കാൻ പറ്റുക? തൊഴിലെടുക്കണം. അള്ളാഹു തആല ഭൂമിയിൽ വെറുതെ ഇങ്ങനെ ബുദ്ധായിട്ടിരിക്കാൻ വേണ്ടി പഠിച്ചതല്ല. എന്താണോ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം. നമ്മളെ വീടിന്റെ തൊട്ട് പരിസരത്ത് 3 സെന്റാണ് ഒരാൾക്കുള്ളതെങ്കിൽ 1.5 സെന്റാണ് വീട്, ബാക്കി 1.5 സെന്റ് ബാക്കിയുണ്ട്. 10 സെന്റാണ് ഒരാൾക്കുള്ളതെങ്കിൽ 3 സെന്റാണ് വീട്, ബാക്കി 7 സെന്റ് അവിടെ ബാക്കിയുണ്ട്. ആ ഉള്ള സ്ഥലത്ത് പച്ചക്കറി നടുക, ആ ഉള്ള സ്ഥലത്ത് ചെടി നട്ടുപിടിപ്പിക്കുക, ആ ഉള്ള സ്ഥലത്ത് എന്താ ചെയ്യാൻ പറ്റുക? പടച്ചോനെ, നമ്മളാ വളഞ്ഞ പച്ചുള്ള ഒരു കായ് ഉണ്ടല്ലോ, എന്തായാലും പറയാ, ഗോവക്കാന്നായിരുന്നു പറയാം നമ്മളെ നാട്ടിൽ, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാഹു റബ്ബി, അത് കൃഷി ചെയ്താൽ വേഗം ഉണ്ടാകും. അതിന് വളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, വെറും പച്ചവെള്ളം ഒഴിച്ചു വെച്ചാൽ മതി. പച്ചവെള്ളം ഇങ്ങനെ ഒഴുകി കെട്ടി നിന്നാൽ അതിലുണ്ടാകുന്ന ചെടിയാണത്. അവനാൻ ആവശ്യത്തിനുള്ളത് മുഴുവൻ ഇക്കൊല്ലത്തെ നോമ്പിന് ഈ തന്നലുള്ള ഒരൊറ്റ മുസ്ലിമീങ്ങളും പുറത്തുനിന്ന് ഒരു പച്ചക്കറി വാങ്ങേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങളൊക്കെ പച്ചക്കറി കൃഷി ചെയ്യാൻ തീരുമാനിക്കും, വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ. ആര് പറഞ്ഞു നമുക്കൊന്നും പണിയില്ല? എല്ലാവർക്കും പണിയെടുക്കാൻ പറ്റും. ഇവിടെ ഈ തെന്നലയിൽ കാലിയായി കിടക്കണ ഭൂമി ഉണ്ടോ? അത് തെരഞ്ഞു നോക്കും, അതിന് വാങ്ങുക. എന്നിട്ട് ചീര കൃഷി ചെയ്യാം. ചീര എത്ര സമയം കൊണ്ടുണ്ടാവും? 50ാമത്തെ ദിവസം ചീര പറിച്ചാനാവും. മനസ്സിലാക്കി? ഇനി നോലുമ്പിന്റെ ആദ്യത്തെ അത്തായത്തിന് കൂട്ടാൻ വെക്കാം, അപ്പം ചീര ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഉണ്ടാക്കിയ ചീരന്റെ ഇലയാണെങ്കിൽ വിഷമില്ലാത്തത് കഴിച്ചൂടെ? നമ്മൾ ഉണ്ടാക്കിയ ഗോവക്കാണെങ്കിൽ ഗോവക്ക നിങ്ങൾ കുറെ ഉണ്ടാക്കിയിട്ട് ബാക്കിയായോ? ഒരു ഗുഡിസിൽ കയറ്റിയിട്ട് കോട്ടക്കൽ ആയുർവേദശാലയിൽ കൊണ്ടുകൊടുത്താൽ അപ്പം പൈസ കിട്ടും. എന്തുകൊണ്ട്? ആയുർവേദശാല ഉണ്ടാക്കണ അരിഷ്ടം ഏതുണ്ടോ അതിലൊക്കെ കൂട്ടുന്ന സാധനമാണ് ഗോവക്ക. നമ്മൾ പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുക, പണിയില്ലാതെ ഞമ്മക്ക് കഴിക്കാനുള്ള പച്ചക്കറിൻ്റെ കൂടെ വൈതനങ്ങ ഉണ്ടാക്കാം, പച്ചമുളക് ഉണ്ടാക്കാം, വെണ്ടക്ക ഉണ്ടാക്കാം. യാ റബ്ബ്, എല്ലാ ഷുഗറുകാർക്കും പറ്റിയ സാധനങ്ങളെ പേരാണ് ഞാനീ പറയണത്. വെറുതെ ഇരിക്കുന്നത് അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഭൂമിയിൽ ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്നതിന്റെ ശ്രേഷ്ഠത എത്ര പറഞ്ഞു? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ പിന്നെ അതിനപ്പുറം ഖിയാമത്ത് വേറെ അടയാളമല്ലല്ലോ. അതാണ് ഏറ്റവും വലിയ അടയാളം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് കണ്ടാലും നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടോ അത് ഭൂമിയിൽ നീ നട്ടുപിടിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നല്ലോണം കൃഷി ചെയ്യാം. ഈ റിട്ടേൺ ഗൾഫുകാരൊക്കെ പാടെ കൂടിയിട്ട് നിങ്ങളൊരു കമ്പനിയാകാം, എന്നിട്ട് ചെമ്മീൻ കൃഷി ചെയ്തോളെ. വേൾഡ് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്ന സാധന ചെമ്മീൻ കൃഷി ചെയ്യാം. ചെമ്മീൻ്റെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ആ വിത്തിന് കൊണ്ടു, മനസ്സിലായില്ലേ? 1,00,000 വിത്ത് പറിച്ചാൽ എത്ര ഉണ്ടാവും? അല്ലാഹു റബ്ബി, അതിനൊരു ടെക്നോളജി പഠിക്കാനുണ്ട്. അത് പഠിക്കലൊന്നും വലിയ പ്രയാസമല്ല. ചെമ്മീൻ കൃഷിക്ക് പറ്റിയ സ്ഥലം ഉണ്ടോ നോക്കുക, വെള്ളം കിട്ടണം, മനസ്സിലായോ? ചെമ്മീൻ കൃഷി ചെയ്യുമ്പോൾ അപ്പുറത്തും കൃഷി ഇപ്പുറത്തും കൃഷി 2 ഉണ്ടെങ്കിൽ നല്ലോണം നോക്കണം. ഒന്നുള്ളൂ എന്ന് വെച്ചാൽ പിന്നെ അതിനനുസരിച്ച് നോക്കിയാൽ മതി. 2 ഉണ്ടെങ്കിൽ എന്താ കാര്യങ്ങള്? ഒരു ദിവസം രാത്രി ചെമ്മീനൊക്കെ വലുതായ സമയത്ത് വല്ല രാത്രി വന്നിട്ട് മറ്റേ ചങ്ങായി ഇതിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഓട്ട കുത്തി കൊടുത്താൽ മതി, ഇതിത്തെ ചെമ്മീനൊക്കെ അതിലുണ്ടാവും. മനസ്സിലാക്കി? പിന്നെ നിങ്ങൾ വല പിടിച്ചാൽ വേണ്ടി പോകുമ്പോൾ ഏതുണ്ടാവില്ല, ഒരു സാധനം ബാക്കി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട്, വർക്ക് ചെയ്തുകൊണ്ട് ഞമ്മക്ക് തന്നെ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. നമ്മളൊരു ദിവസം ഭൂമിയിൽ അധികം കിട്ടാൻ വേണ്ടി ദ്വാർക്കണം. പടച്ചോനെ, ആയുസ് നീട്ടിത്തരണം, ഹൈറായ നിരക്ക് നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ, നിലത്ത് സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ പ്രിയപ്പെട്ട ആളല്ലേ? റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ എന്താണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്? സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോ മുഹമ്മദ് മുസ്തഫ. ആഫിയത്ത് വേണം. ആഫിയത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവർ കഴിയുന്നത് ഏതാണോ അത് ചെയ്യണം. ഒരു ദിവസം നമ്മൾ ഭൂമിയിൽ അധികം താമസിച്ചാൽ ആ താമസം നമുക്കൊരു സമ്പാദ്യമാക്കണം. ദുനിയാവിലേക്കും സമ്പാദ്യം, ആഖിറത്തിലേക്കും സമ്പാദ്യം. മുഅ്മിനിന്റെ സമ്പാദ്യം മുഴുവനും ആഖിറത്തിലേക്ക് പറ്റിയതാണ്, അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. 10,000 ഉണ്ടോ 1000 സദക്ക, 1000 ഉണ്ടോ 100 സദക്ക, 100 ഉണ്ടോ 10 സദക്ക.
നമ്മളെ മുരിങ്ങാ മരത്തുമ്മൽ നിറയെ മുരിങ്ങാ ഇലുണ്ട് അല്ലേ? അതിന് ഓടിക്കുക, ഒരു 5-8 കെട്ടാക്കുക. എന്നിട്ട് നോമ്പിന്റെ ആദ്യത്തെ രാത്രി തന്നെ ഒരു 5-8 കുടുംബത്തിലേക്ക് കുറേശ്ശെ കൊടുത്തയക്കുക. കൃഷി ചെയ്തു, സദക്ക ചെയ്തു, അള്ളാഹുവിന്റെ അടുക്കലേക്ക് വലിയ സമ്പാദ്യമായി. നമ്മൾ കുറച്ച് പച്ചമുളക് കൃഷി ചെയ്തു, നല്ല പച്ചമുളക്. നമ്മളിപ്പം ഒരു പച്ചമുളക് വിൽക്കാൻ വേണ്ടി നിന്നിട്ട് ഒരു അയ്പത്തരം തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നേണ്ടതില്ല. ഇനി തോന്നുന്നുണ്ടെങ്കിൽ ആ പച്ചമുളക് എത്ര ഉണ്ട് അതൊന്ന് ചെറിയ കീസാക്കുക. കുടുംബത്തിൽ കുട്ടികളെ കെട്ടിച്ചു കൊടുത്തേക്ക്, ബാക്കിയുള്ളടത്തേക്ക് അയൽവാസി ഒരു 10 വീട്ടിക്ക് മുളക് കൊടുക്കുക. അള്ളാഹിന്റെ അടുത്തേക്ക് പോയി, ആഖിറത്തേക്ക് പോയി. അല്ലാഹു റബ്ബി. ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ആള്, പ്രായം എന്ന് പറഞ്ഞാൽ ഒരു മധ്യവയസ്കൻ, അയാൾ ജുമുഅക്ക് നേരത്തെ വരും. എന്നിട്ട് എന്താ അയാൾ ചെയ്യണത്? അയാൾ ഒന്നുണ്ടാക്കി കയറിയിട്ട് നിസ്കരിച്ച് തഹിയ്യത്ത് നിസ്കരിച്ച ആൾക്കാർക്കൊക്കെ മുസാഫ് എടുത്തു കൊടുക്കും. മുസാഫ് എടുത്ത് നിങ്ങൾ ഒന്നുണ്ടാക്കി വന്നാൽ നിങ്ങൾക്ക് മുസാഫ്, നിങ്ങൾ ഒന്നുണ്ടാക്കി വന്നാൽ മറ്റേ ആൾക്ക് മുസാഫ്, അങ്ങനെ എല്ലാവർക്കും മുസാഫ് കൊടുക്കുക. മുസാഫ് ഇങ്ങനെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കും. അൽക്കഫിന്റെ ഏടി എല്ലാവർക്കും കൊടുക്കും. ബാങ്ക് ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ആ ഓതാൻ വാങ്ങിയ മുസാഫൊക്കെ അയാൾ തിരിച്ചു വാങ്ങും. അൽക്കഫിന്റെ ഏടൊക്കെ തിരിച്ചു വാങ്ങും. എന്നിട്ട് അതിങ്ങനെ മട്ടത്തിൽ ഇങ്ങനെ വെക്കും. അപ്പൊ എന്താണ് അയാൾ ഈ ഖിദ്മ ചെയ്യാൻ കാരണം? അയാൾക്ക് ചെറുപ്പത്തിൽ മദ്രസയിൽ പോകാൻ ഭാഗ്യം കിട്ടിയില്ല. അതുകൊണ്ട് ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അല്ലാതെ ഒന്നും അയാൾക്ക് ഓതാൻ അറിയില്ല. ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അല്ലാതെ ഒന്നും ഓതാൻ അറിയില്ല. ഇപ്പൊ അയാൾക്ക് പ്രായമായി. അയാൾ വിചാരിക്കാണ്, പടച്ചോനെ എനിക്ക് എന്തെങ്കിലും ഖൈറ് ചെയ്യണ്ടേ. വെള്ളിയാഴ്ച നേരത്തെ ജുമുഅക്ക് വന്നിട്ട് ഖുർആൻ ഓതുന്നവർക്ക് മുസാഫ് എടുത്തു കൊടുക്കുക. ഓതി കഴിഞ്ഞിട്ട് ആ മുസാഫ് ചൊഗന് കൊണ്ടിട്ട് സൂക്ഷിച്ചു വെക്കുക. അങ്ങനെയെങ്കിലും ഒരു ഖൈറ് ഞാൻ മുസാഫിന് ഖിദ്മ ചെയ്യട്ടെ, ഞാൻ ഖുർആന് ഖിദ്മ ചെയ്യട്ടെ. കണ്ട നിങ്ങൾ എന്തൊരു ഖിദ്മയാണ് ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസം അധികം ജീവിച്ചാൽ അതൊരു സമ്പാദ്യമാവണം. മഹാന്മാരായ ആളുകളൊക്കെ ജീവിച്ചപ്പോൾ അവരെ ജീവിതം ദുനിയാവിലേക്കും ആഖിറത്തിലേക്കുമുള്ള ഒരു സമ്പാദ്യമാണ്. ഓ സാധാരണ സഹപ്രവർത്തകരെ, നമുക്ക് ഒറ്റക്കും കൂട്ടമായും ചെയ്യാവുന്ന എത്രയോ ഖിദ്മത്തുകളുണ്ട്. പണം വേണം ജീവിക്കണമെങ്കിൽ, സമ്പാദ്യം വേണം. സമ്പാദ്യമുണ്ടെങ്കിലേ കുടുംബത്തെ നോക്കാൻ പറ്റുള്ളൂ. സമ്പാദ്യമുണ്ടെങ്കിലേ സദക്ക ചെയ്യാൻ പറ്റുള്ളൂ. സമ്പാദ്യമുണ്ടെങ്കിലേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലേ? സമ്പാദിക്കണതിന് ഒരു പരിധി ഉണ്ടാവും. ഇത്ര സമ്പാദിച്ചാൽ മതി എന്നുള്ള പറഞ്ഞിരിക്കണം. എത്രയും സമ്പാദിക്കാം, എത്രയും സമ്പാദിക്കാം. അള്ളാഹു സുബ്ഹാനഹു. എന്തുകൊണ്ട്? സക്കാത്ത് കൊടുക്കാൻ അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കണമെങ്കിൽ കയ്യിൽ വേണ്ടേ? കയ്യിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണ്ടേ? മക്കളൊക്കെ നമ്മൾ ഗൾഫിൽ അയച്ചു, അല്ലെങ്കിൽ ജോലിയായി, അൽഹംദുലില്ലാ, വലിയ ഖൈറായി. സമ്പാദ്യം ഉണ്ടാകലാണ് അള്ളാഹു തആലക്ക് ഇഷ്ടം. സഅദ് റളിയല്ലാഹു അൻഹു അത്യാവശ്യം സമ്പാദ്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി മാത്രമേ മകളുള്ളൂ. ഒരു പെൺകുട്ടി മാത്രമാണ് വാപ്പാക്കും ഉമ്മാക്കും ഉള്ളത്. അത്യാവശ്യം സ്വത്ത് നല്ലോണുണ്ട്. ഈ തപ്പനത്തോട്ടങ്ങളും മറ്റുമൊക്കെ നല്ലോണമുള്ള സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് തങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു മോളല്ലേ ഉള്ളൂ. എന്റെ സമ്പാദ്യത്തെ ഞാൻ 3 ഓഹരിയാക്കിയിട്ട് അതിൽ 2 ഭാഗവും ഞാൻ സദക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ 3000 ഉറുപ്പ്യാണുള്ളതെങ്കിൽ അതിനെ 3 ഓഹരി വെച്ചിട്ട് 2 ഭാഗം സദക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ 2000 സദക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ടാന്നോ, അങ്ങനെ സദക്ക ചെയ്യണ്ട. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ പകുതി സദക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആ 3000 ആണെങ്കിൽ 1500 സദക്ക ചെയ്യട്ടെ, എനിക്കൊരു മകളല്ലേ ഉള്ളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ട, അങ്ങനെ സദക്ക കൊടുക്കണ്ട. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ സ്വത്ത് 3 ഓഹരി ചെയ്തിട്ട് 1 ഓഹരി സദക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അതായത് 3000 ആണുള്ളതെങ്കിൽ 1000 കൊടുക്കട്ടെ, 30,000 ആണുള്ളതെങ്കിൽ 10,000 കൊടുക്കട്ടെ. എന്റെ സ്വത്തിനെ 3 ഓഹരി ചെയ്തിട്ട് അതിൽ നിന്ന് 1 ഓഹരി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് കൊടുത്തോ, അത് തന്നെ കസീർ, അത് തന്നെ നല്ല കൊടുക്കലാണ്, അത് തന്നെ നല്ല കൊടുക്കലാണ്. റസൂലുള്ളാഹി തങ്ങൾ 3-ൽ 2, 30,000 ഉണ്ടെങ്കിൽ 20,000 സദക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സമ്മതിച്ചില്ല.
30,000 ഉള്ള ആളാണെങ്കിൽ 15,000 കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സമ്മതിച്ചില്ല. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ മരണപ്പെട്ടാൽ മരണാനന്തരം നിന്റെ സ്വത്ത് ഓഹരി ചെയ്തെടുക്കാൻ കുടുംബത്തിന് ഉണ്ടാകുന്നത് അവരെ ഫക്കീറാക്കി വിടുന്നതിനേക്കാൾ നല്ലതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പൊ നമ്മള് ഇപ്പത്തെ ഒരവസ്ഥ ഇങ്ങനെ കണ്ടുങ്ങാണ്ട് നമുക്ക് തോന്നും, ഇപ്പത്തെ ഒരവസ്ഥ ഇങ്ങനെ കണ്ടുങ്ങാണ്ട് നമുക്ക് തോന്നും എന്ത്, ഇതൊക്കെയാണ് കൊടുക്കട്ടെ. നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ പിന്നെ നീ കൈ കാണിക്കേണ്ടി വരും. മക്കളില്ലാത്ത ഒരു വലിയ മുതലാളി നമ്മളെ നാട്ടില്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മക്കളും അനുജന്റെ മക്കളും മൂപ്പരപ്പം വല്ലാതെ സന്തോഷ ഖിദ്മത്ത് ചെയ്ത് കൂടി. മൂപ്പർക്ക് ഇങ്ങനെ പ്രായമായപ്പോൾ പക്ഷെ കൊടുക്കണമെങ്കിൽ ഞാൻ ആരോട് ചോദിക്കണം? എളാപ്പാന്റെ മക്കളോട് ചോദിക്കണം, മൂത്താപ്പാന്റെ മക്കളോട് ചോദിക്കണം. പൊത്തൊക്കെ ഓരോ പേരിൽ എഴുതി വെച്ചു. ഇപ്പൊ ഇദ്ദേഹം അയാള് അവസാനം മരിക്കുമ്പോ വല്ലാതെ കഷ്ടപ്പെട്ടാണ് മരിച്ചത്. ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് സമ്പാദ്യം വേണം, കൃഷി ചെയ്യണം, കച്ചവടം ചെയ്യണം, തൊഴിൽ ചെയ്യണം. എന്താണോ നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നത് അത് ചെയ്തുകൊണ്ട് ജീവിക്കണം. ഒരാളും കിട്ടിയ ആയുഷ്കാലത്തെ വെറുതെ കളയരുത്. പല ആൾക്കാരും എനിക്കിപ്പോ പണിയൊന്നുമില്ല, ആര് പറഞ്ഞ പണിയില്ലാതെ എടുക്കായിട്ടല്ലേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ അവിടെ കയറി ഇറങ്ങി, അവിടെ ചോദിച്ചു, ഇവിടെ കയറി ഇറങ്ങി, അവിടെ ചോദിച്ചു, ഇങ്ങനെ യാചിച്ച് നടക്കുന്നത് കണ്ടു. യാചകനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ വിളിച്ചു, നിന്റെ വീട്ടിൽ എന്താണ് സാമഗ്രികൾ ഉള്ളത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല അയാളെ വീട്ടില് അത്യാവശ്യമായ ഉപകരണങ്ങൾ എന്തോ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നത്? അയാൾക്ക് പുതക്കാനുള്ള പുതപ്പ് അതുപോലത്തെ അതാ കൊണ്ടുവന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇത് വിൽപ്പനയ്ക്ക് വെക്കാണ്. ഇതാർക്കാണ് വേണ്ടത്? ഒരാൾ വില പറഞ്ഞു. ഇതിനധികമായിരിക്കാ വേണ്ടത്? 2 ആൾ വില പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് 2 ദിർഹമിന് അല്ലെങ്കിൽ 4 ദിർഹമിന് അത് വിറ്റിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിന്റെ പകുതിക്ക് നീ അങ്ങാടിയിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കാം. ബാക്കി പകുതിക്ക് നീ ഒരു ആയുധം വാങ്ങിയിട്ട്, നമ്മുടെ ഭാഷയിൽ ഒരു മഴുവോ ഒരു കൊടാലിയോ കത്തിയോ ഒരു ആയുധം വാങ്ങിയിട്ട് നീ മലയിൽ പോയിട്ട് വിറക് വെട്ടിയിട്ട് വിറ്റ് ജീവിച്ചോ. ഒരാഴ്ച നിന്നെ ഇവിടെ കാണാൻ പാടില്ല. അയാളൊരു കോടാലി വാങ്ങി, അദ്ദേഹം ഒരു മഴു വാങ്ങിയിട്ട് അല്ലാഹു റബ്ബി അദ്ദേഹം മല കയറി വിറക് വിറ്റു. അങ്ങാടിയിൽ കൊണ്ടിട്ട് വിറക് വെട്ടി വിറ്റു. 2ാമത്തെ ദിവസം വിറക് വെട്ടി വിറ്റു. ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരികയാണ്. എങ്ങനെയാ വരുന്നത്? 2 കീസിയിൽ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഗൾഫുകാർ വരുന്നുണ്ടല്ലോ, വലിയ ലഗേജും ചെറിയ ലഗേജും കൂടി. അപ്പോഴാളെ പെണ്ണുങ്ങൾ നോക്കരി നമ്മളെ അല്ലേ? അന്തം വിട്ടുങ്ങാട് ഇങ്ങനെ വന്നാൽ ആര് നോക്കാനാ? ഞാനൊക്കെ ഗൾഫിൽ പോയി വരുമ്പോ ഒന്നുമില്ലെങ്കിലും മറ്റേ ഡ്യൂട്ടി ഫ്രീ ഉണ്ടല്ലോ, ആ ഡ്യൂട്ടി ഫ്രീന്ന് 2 സാധനം വാങ്ങും. സാധനം ചെറുത് വാങ്ങിയിട്ട് കവർ 4 ഏറെ വാങ്ങും. എന്നിട്ട് ആ കൊണ്ടോട്ടി ഇറങ്ങിങ്ങാനാണ് പോകുമ്പോൾ അവിടുന്ന് എവിടുന്നെങ്കിലും കുറച്ച് സാധനം വാങ്ങി ഈ ഡ്യൂട്ടി ഫ്രീന്റെ കീസിൽ നിറച്ചിട്ട് ഇങ്ങനെ ചെന്നാൽ പെണ്ണുങ്ങളെ ചിരി ഇങ്ങനെ കണ്ടാ എന്താ അല്ലാഹു റബ്ബി, മനസ്സിലായോ? പെണ്ണുങ്ങളും പെങ്ങളും ഒക്കെ അങ്ങനെയാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ ചെന്നാൽ അളിയാക്ക പെരീക്ക് വരുമ്പോൾ കുട്ടികൾ അളിയാക്കാനെ മടിച്ചല്ലോ. ഒരു മുട്ടായി ഇല്ലെങ്കിൽ റബ്ബർ പന്ത് അടിച്ച മാതിരി കേൾക്കാണ്ട് വരും. പിന്നെ കുട്ടികളെ പോലെയൊക്കെ പോണത് വരെ നോക്കിയാൽ കാണൂല. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഒരു സംഗതി ഉണ്ട് എല്ലാത്തിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം 2 കീസിയേറ്റ് ഇങ്ങനെ വരുന്നേ, അല്ലാഹു റബ്ബി. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഞാൻ വിറക് വെട്ടി വിറ്റു, സമ്പാദ്യം കിട്ടി, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, എൻ്റെ കയ്യിൽ ദിർഹം ബാക്കിയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഉടനെ വിളിച്ചു, ഇദ്ദേഹത്തിന്റെ വീട്ടു സാധനങ്ങൾ വിൽപ്പന നടത്തിയാലോ? ആരാണത് വിറ്റിരുന്നത്? ആരാ വാങ്ങിയത്? അവരത് തിരിച്ച് വിൽപ്പന നടത്തുന്നോന്ന് ചോദിച്ചു. അല്ലാഹു റബ്ബി, അയാളെ കയ്യിലുള്ള പണം കൊടുത്തിട്ട് ആ വിറ്റ സാധനം തിരിച്ചു വാങ്ങി. അയാള് വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? വിറ്റ സാധനം തിരിച്ചു വാങ്ങിയിട്ടുണ്ട്, അതിന്റെ പുറമെ 2 കീസ നിറച്ച് സാധനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് ആ എരന്ന് നടക്കലാണോ നല്ലത്, ഇപ്പോഴാണോ സമാധാനം കിട്ടിയത് എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ കൈ കാണിക്കേണ്ടവരാക്കി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല. വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത് കൊടുക്കണ കൈയാണ്. വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത് കൊടുക്കണ കൈയാണ്.
അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഴുവനും കൊടുക്കുന്ന കൈയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഴുവനും നിങ്ങൾ നോക്കി, പുത്തമ്പള്ളിയിൽ മറവെട്ടി കിടക്കുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ പോലത്തെ ഒരു മുതലാളി മലപ്പുറം ജില്ലയിലുണ്ടോ? ഉണ്ടോ? ഇപ്പോഴും പുത്തമ്പള്ളിയിൽ നിങ്ങൾ പോയി നോക്കി, അതിന്റെ പരിസരത്തെ 40 മഹല്ലുകളിലേക്ക് അരി കൊടുക്കുന്നത് പുത്തമ്പള്ളിയിൽ കിട്ടിയ അരിയാണ് അല്ലേ? മമ്പർത്തപ്പാപ്പാനെ പോലത്തെ ഒരു മുതലാളി ഇവിടെ വേറെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? മടവൂർ ഷേഖുനായെ പോലത്തെ ഒരു മുതലാളി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളത് പോയി വെക്കാണി മടവൂർ ഷേഖുനായുടെ പേര് AP ഉസ്താദിന്റെ കെയറോപ്പുള്ള കോളേജ്, EK ഉസ്താദിന്റെ കെയറോപ്പുള്ള കോളേജ് അല്ലേ? അള്ളാഹു തആല 2 ഉസ്താദുമാരെ 2 ടീമാക്കി മത്സരിപ്പിച്ചു. എന്തിന്? സുന്നത്തി ജമാഅത്ത് ഇവിടെ നിലനിൽക്കാനാണ് മത്സരം ഉണ്ടായത്. ഫുട്ബോൾ കളിക്കുമ്പോൾ 2 ടീം ഉണ്ടെങ്കിലേ കളി ഉഷാറുള്ളൂ. അല്ലാതെ ഒരു കൂട്ടർ അള്ളാഹു തആലക്ക് അറിയില്ല ഇവിടുത്തെ രീതി എന്താ വേണ്ടത്. സുന്നത്തി ജമാഅത്താകുന്ന ഒരു പന്തിനെ അള്ളാഹു തആല 2 ടീമാക്കി. EK ഉസ്താദ് ഒരു ഭാഗത്ത്, AP ഉസ്താദ് ഒരു ഭാഗത്ത്. നമ്മളൊക്കെ ഏത് ടീം ചേർന്നു? AP ഉസ്താദിന്റെ ടീം ചേർന്നു, മറ്റൊരു EK ഉസ്താദിന്റെ ടീം ചേർന്നു. 2 കൂട്ടരും കളിച്ചു, അൽഹംദുലില്ലാഹ്. പിന്നെ കളിയിൽ ചിലപ്പോൾ എന്താവുന്നറിയോ, കളി അറിയാത്ത ആൾക്കാർ കാലിന് വെള്ളിയൊക്കാൻ നിൽക്കും തള്ളിയിടാനേ. അത് കളി അറിയാത്തവരറിയാം. കളി അറിയാത്തവന് ഉന്താൻ നിൽക്കും, കാല് വെള്ളിച്ച് കണ്ട് തള്ളിടാൻ നോക്കും. കളിക്കാൻ അറിയണോ കളിച്ചു, ഏൽപ്പിക്കാനാണ് കളിച്ചു. കളിച്ചിട്ട് ഗോൾ ഇങ്ങനെ അടിച്ചിട്ട് പണ്ട് ഇയാൾ പറഞ്ഞ മാതിരി അടിയാണ്ട് കൂടിയിട്ട് പൊരിഞ്ഞ തല്ല് പറഞ്ഞാൽ ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ട്, ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ട്, ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ട്, ഒക്കെ ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ എന്ന മാതിരി അൽഹംദുലില്ലാഹ് 2 ഉസ്താദന്മാർക്കും അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. ഓലി മത്സരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ഈ സംഗതിയൊക്കെ ഉണ്ടാകും. അള്ളാഹു തആല ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതിന് വേറെ ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. ഇതൊക്കെ AP ഉസ്താദിന്റെ ആൾക്കാർ 2 കുട്ടികളെ കെട്ടിച്ചു, അപ്പൊ മറ്റേ ആൾക്കാർ 5 കുട്ടികളെ കെട്ടിച്ചു. അപ്പൊ AP ഉസ്താദിന്റെ ആൾക്കാർ ഉണർന്ന് പിറ്റേത്തെ പറഞ്ഞ 10 കുട്ടികളെ കെട്ടിച്ചു. അൽഹംദുലില്ലാഹ് ആ മഹല്ലത്തിന് 15 കുട്ടികളെ പുതിയാപ്പിളാരെ കിട്ടിയല്ലേ, അതിനെ ഗ്രൂപ്പായത്. ഇതിലൊക്കെ ഖൈർ ആലോചിച്ച, അല്ലാതെ അതിന്റെ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ബേജാറായി കുത്തിരിക്കല്ല. എത്ര ഖൈറുണ്ടായി. ഒരു കൂട്ടർ മദ്രസ ഉണ്ടാക്കി 1 നില, അപ്പൊ മറ്റൊരുണ്ടാക്കി 2 നില. നാട്ടിലിപ്പോ 2 മദ്രസ ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ് അല്ലേ? വലിയ ഖൈറുണ്ട്. ഞാൻ അവിടെ നിലമ്പൂരാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലം അങ്ങക്ക് അറിയാലോ. എന്നാലും 9:30 ഉണ്ട് ഒരു ആന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും രാവിലെ. ഞാൻ നാളെ ഒരു വയലിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആനയൊക്കെ പണ്ട് തഹജ്ജുദിന്റെ സമയത്ത് പുറപ്പെട്ട് സുബഹിയാകുമ്പോൾ തിരിച്ചു പോകല. ഇപ്പൊ ആനയൊക്കെ സമയം മാറ്റി. ഇങ്ങനെ തന്നെയാണെങ്കിൽ ആന നമ്മളവിടെ ജുമാക്ക് കൂടുന്ന മട്ടാണ്. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, ഗതിയേറുന്നതൊക്കെ ഞങ്ങളല്ലേ. നിങ്ങളെ ചിരി എന്താ ഉഷാറ്. അല്ലാഹു റബ്ബി, പടച്ചോൻ നമുക്ക് ഖൈർ തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് വെറുതെ ഇരിക്കാൻ പാടില്ല. എന്താണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്തുകൊണ്ടിരിക്കണം. രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കട തുറക്കാൻ പോകാൻ, ഒരു പീടിയിൽ പോകാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഒരു ജോലിയൊക്കെ ചെയ്ത് ഒരു വ്യായാമം, ഒരു ആശ്വാസം, ഒരു സന്തോഷം. ഒരു വയസ്സായ വല്യപ്പാക്ക് മൂപ്പരെ കയ്യിൽ കിട്ടുന്ന ഒരു 10 റുപ്യ, അതിന്റെ ഒരു ഉഷാറ് വേറെ തന്നെയല്ലേ. അൽ യദുൽ ഉല്യ, മുകളിലുള്ള കൈ ഖൈറും മിൻ യദി സുഫ്ല, വാങ്ങണ കൈയിനേക്കാൾ കൊടുക്കണ കൈയാണ് വേണ്ടത്. സാധുക്കൾ മനുഷ്യന്മാരോടൊക്കെ ഞാൻ പറയാം, ഈ കൊല്ലം ഒരാളെ നമുക്ക് സക്കാത്ത് തന്നു. ഈ കൊല്ലം ഒരാളെ നമുക്ക് സക്കാത്ത് തന്നു എന്നാ നമ്മളെന്താവും? ആ സക്കാത്ത് തന്ന ആളെ നമ്മൾ അടയാളപ്പെടുത്തി പോരും. അടുത്ത കൊല്ലം നേർത്തെ വരണം എന്നുള്ള നിലക്ക്. അങ്ങനെ തന്നെയല്ലേ പതിവ്. ഈ കൊല്ലം നമുക്കൊരാൾ സക്കാത്ത് ഒരു 1000 റുപ്യ സക്കാത്ത് തന്നാൽ നമ്മൾ ഓനെ അടയാളപ്പെടുത്തി പോരും. അടുത്ത കൊല്ലം, ഈ കൊല്ലം തന്നെ 1000 കിട്ടിയതുള്ളൂ, അത് നോയമ്പ് അവസാനമായതുകൊണ്ടാണ്. അടുത്ത കൊല്ലം ഇയാളെത്തിക്ക് ഒരു 10 ആണ്ടാവുമ്പത്തിന് വരണം, അടയാളപ്പെടുത്തി പോരാൻ. ഇങ്ങനെ അടയാളം വെച്ച് പോരുന്ന ആളുണ്ടല്ലോ, എന്നും സക്കാത്ത് വാങ്ങിങ്ങോണ്ട് ഇറക്കണ ആളെ ആവുള്ളൂ. ഈ കൊല്ലം ഒരാൾ സക്കാത്ത് തരുമ്പോൾ നമ്മൾ ദ്വാരക്കണം പടച്ചോനോട്, പടച്ചോനെ ഈ കൊല്ലം ഞാൻ ഇയാൾ സക്കാത്ത് വാങ്ങേണ്ട ഫക്കീറായി പോയി, അടുത്ത കൊല്ലാകുമ്പോഴേക്ക് ഈ സക്കാത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് എന്നെ നീ മാറ്റിത്തരണേ. അടുത്ത കൊല്ലം സക്കാത്ത് വാങ്ങാത്ത ആളാക്കണേ. പിറ്റേത്തെ കൊല്ലം അയാൾ ദ്വാരക്കണം, പടച്ചോനെ ഞാൻ കുറെ കാലം സക്കാത്ത് വാങ്ങിയ ആളാണ്, എനിക്ക് സക്കാത്ത് കൊടുക്കാനുള്ള തൗഫീഖ് തരണേ. അല്ലാതെ സക്കാത്ത് തന്ന ആളെ അടയാളപ്പെടുത്തി പോരല്ല. പരിവർത്തിക്കണം, ജീവിതത്തെ നമ്മൾ പരിവർത്തിക്കണം. ഓരോ ദിവസം കഴിയുമ്പോൾ പരിവർത്തനം വേണം. നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യം ഹാജാത്തങ്ങൾ നോക്കൂ നിങ്ങൾ, എന്തെല്ലാം സമ്പാദ്യമാണ്.
അജ്മീർ ഖാജാ തങ്ങൾ അവിടെ പോയി നോക്ക് നിങ്ങൾ. ലോകത്തിന്റെ നമ്മളെ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തങ്ങന്മാർ വരുന്നു, ആലിമീങ്ങൾ വരുന്നു, ഭരണാധികാരികൾ വരുന്നു, ഉമറാക്കൾ വരുന്നു, സാധാരണക്കാർ വരുന്നു, കണ്ണ് കാണാത്തവർ വരുന്നു, കാലുകൊണ്ട് നടക്കാൻ വയ്യാത്തവർ വരുന്നു, വിധവകൾ വരുന്നു, ഭാര്യ ഭർത്താക്കന്മാർ വരുന്നു, നവദമ്പതികൾ വരുന്നു. സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ടോ അവരൊക്കെ ഖാജാ തങ്ങളെ വരുത്തുന്നു. എന്തുകൊണ്ട്? അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹാ, ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ്. ആ രക്ഷാധികാരിയും ഭരണാധികാരിയുമായ മഹാനവറുകളുടെ ഹദറത്തിൽ എല്ലാവരും വരികയാണ് അല്ലേ? എല്ലാവർക്കും കൊടുക്കാണ് ഖാജാ തങ്ങൾ, എല്ലാവർക്കും കൊടുക്കാണ്. അല്ലാഹു റബ്ബി, എല്ലാവർക്കും കൊടുക്കാണ് അല്ലേ? നിങ്ങൾ എന്താ ആവശ്യപ്പെട്ടത്? അതല്ലേ തരല്ലേ? രോഗം മാറാൻ പാടി പോണവരുണ്ട്, കുട്ടനെ കെട്ടിച്ചാ ഉദ്ദേശം വെച്ച് പോണവരുണ്ട്, അല്ലാഹു റബ്ബി കടം വീടാൻ ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട്, ഒരു സിഹറുണ്ട് അത് ബാത്തിലാകാൻ ഉദ്ദേശിച്ച് പോണവരുണ്ട്, ഒരു കണ്ണറുണ്ട് അത് ഒഴിവാക്കാൻ പോണവരുണ്ട്. ഏതെല്ലാം ഉദ്ദേശം വെച്ച് പോണ ഓൽക്കൊക്കെ കൊടുക്കാണ് ഖാജാ തങ്ങൾ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യങ്ങൾ ചിലരൊക്കെ ഖാജാ തങ്ങൾ അവിടെ പോയി കണ്ട് അവിടുത്തെ കുറ്റവും കുറവും കണ്ടെത്തി പറഞ്ഞു നടക്കുന്നതാണ് അവിടെ അല്ലേ? അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇജ്ജ് അവിടെ നന്നാക്കാൻ പോയതോ അതോ ഇജ്ജ് നന്നാക്കാൻ പോയതോ? എന്തിനു പോയതേനി? ഡോക്ടറെ രോഗം പരിശോധിക്കാൻ പോയതാ അതോ എൻ്റെ രോഗം മാറാനാ? ഏതിനു പോയതാ? ഖാജാ തങ്ങൾ അള്ളാന്റെ പ്രതിനിധിയാണ്. അള്ളാഹു തആല ഭൂമിയിൽ കണ്ടിരിക്കുന്ന രീതി എന്താ? കള്ളുടിക്കണവനും ഭക്ഷണം കൊടുക്കും, ചീട്ടെടുക്കണവനും ഭക്ഷണം കൊടുക്കും, വ്യഭിചാരിക്കും ഭക്ഷണം കൊടുക്കും, എല്ലാവർക്കും വായു, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വെള്ളം, എല്ലാവരോടും കൃപ. അതാണ് അള്ളാഹു തആല. ആ അള്ളാഹിന്റെ പ്രതിനിധിയാണ് ഖാജാ തങ്ങൾ. അപ്പൊ ഖാജാ തങ്ങൾ എത്തി എന്നാൽ ചെല്ലുന്നവർക്കൊക്കെ അവിടെ സ്വീകാര്യതയാണ്.